ഒരുപാട് പേരിപ്പം കുഴഞ്ഞു വീണ് മരിക്കുന്നു, ട്രെഡ്മില്ലിൽ മരിച്ചു വീഴുന്നു. അത് ഒരു രോഗലക്ഷണങ്ങളും കാണിക്കാത്ത ഒരാൾ പെട്ടെന്ന് മരിക്കുക, എല്ലാം ഹാർട്ട് അറ്റാക്ക്. അത് കൂടി വരുന്നതാണോ, നമ്മൾ കൂടുതൽ അറിയുന്നതാണോ? അല്ലല്ല, ആക്ച്വലി ദ ഇൻസിഡൻസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഇസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം നമ്പർ 1 ഡിസീസ് എന്ന് പറയുന്നത് ഹൃദ്രോഗമാണ്. അത് ആക്ച്വലി പണ്ട് നമ്മുടെ നാട്ടിൽ അത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ ഹാസ് ബിക്കം ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഫോർ ഹാർട്ട് ഡിസീസ് ആൻഡ് ഡയബറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇൻസിഡൻസ് കൂടി എന്നുള്ളത് ഒന്നാണ്. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അവയർനെസ് ഉള്ളതും മറ്റൊരു കാര്യമാണ്. പക്ഷേ ഈ ഇൻസിഡൻസ് കൂടുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്. നമ്മുടെ പണ്ടുണ്ടായിരുന്ന പോലത്തെ ലൈഫ് സ്റ്റൈലല്ല. ഇപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, സ്ട്രെസ്സ്, ഇതൊക്കെ ഭയങ്കര കൂടി വരികയും അതേപോലെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള നമ്മൾ ഫിസിക്കൽ എക്സസൈസ്, നമ്മൾ ശരീരം കൊണ്ടുള്ള അധ്വാനം, അതൊക്കെ ഭയങ്കര കുറഞ്ഞല്ലോ. പണ്ട് കാലത്ത് ജനങ്ങൾ ആക്ച്വലി എല്ലാവരും ഫിസിക്കലി ശരീരം കൊണ്ട് കൂടുതൽ അധ്വാനിക്കുകയും മനസ്സ് വളരെ റിലാക്സ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം നേരെ മറിച്ചായി, ശരീരം കൊണ്ട് തീരെ അധ്വാനമില്ല, മനസ്സിന് ഭയങ്കര സ്ട്രെസ് ഇല്ലാത്ത ആളുമില്ല. ഇപ്പം നമ്മൾ LKG കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് പോലും സ്ട്രെസ്സാണ്, ടെൻഷനാണ്. അത് നമ്മൾ സ്ട്രെസ്, ഡിപ്രഷൻ എന്നൊക്കെ, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് പണ്ടൊക്കെ അധികം കേൾക്കാത്ത വാക്കുകൾ ഇന്ന് ആക്ച്വലി റൊട്ടീനായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കുകളായി മാറിയില്ലേ. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഇതിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൃദ്രോഗത്തിൻ്റെ ഇൻസിഡൻസ് ഇത്രയധികം കൂടിക്കൊണ്ടുവരുന്നത്. ഹാർട്ട് അറ്റാക്കിനൊരു ഏജ് ഉണ്ടോ? ഇല്ല, ആക്ച്വലി എന്നോട് ചോദിക്കുകയാണ്, ഞാൻ യങ്ങസ്റ്റ് ഹാർട്ട് അറ്റാക്ക് ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ള 22 ഇയേഴ്സാണ്. 22 ഇയേഴ്സ് അൺമാരീഡ്. ആക്ച്വലി അയാളൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. പക്ഷേ അവരുടെ ഇതിന് വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 22 ഇയേഴ്സിൽ ഇയാൾ വന്നിട്ട് ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും പോയി. എല്ലാവരും അത് ഗ്യാസാണ്, കാരണം നോബഡി വിൽ എക്സ്പെക്ട് 22-year-old man, I mean even boy to have a heart attack. അപ്പോൾ അതുകൊണ്ട് പല ഹോസ്പിറ്റലിലും പോയപ്പോൾ അവരൊക്കെ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്ത് അവസാനം തീരെ വയ്യാത്തൊരു സ്ഥിതിയിലാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. ECG എടുത്ത് നോക്കുമ്പോൾ, കാരണം 22 ഇയേഴ്സിൽ ഒരു ECG എടുക്കാൻ പോലും അധികം റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അവർ വളരെ യങ് ഏജ് ആണല്ലോ. അതാണ് എൻ്റെ യങ്ങസ്റ്റ് ഏജ്. അപ്പോൾ അതുകൊണ്ടൊരു ഏജ് ഇല്ല. പക്ഷേ യൂഷ്വലി അത് നമ്മൾ ആദ്യം 50s 60s ആയിരുന്നു ഹാർട്ട് അറ്റാക്ക് കൂടുതലായി വന്നത്. ഇപ്പോൾ ഉണ്ടായ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഇസ് becoming more and more common among the young people actually. അതാണ് ഒരു ചേഞ്ച് ഈ ഡിസീസിൻ്റെ പാറ്റേണിൽ വന്നിട്ടുള്ള, റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ട് ഈവൺ ഇൻ യങ്ങർ ജനറേഷനിലും നമുക്ക് ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നുള്ളതാണ്. ഇതിൽ ഡോക്ടർ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അപ്പം അത് ഈ വേദന ഗ്യാസാന്ന് കരുതുന്ന പറഞ്ഞല്ലോ. അപ്പം എൻ്റെ ഗ്രാൻഡ് ഫാദറിന്, പുള്ളിക്കൊരു ഗ്യാസ് പോലെ വേദന പറഞ്ഞു 6 മാസം. ഈ 6 മാസവും ഗ്യാസിൻ്റെ ഗുളികയൊക്കെ കഴിച്ച് നടന്നു. 6 മാസം കഴിഞ്ഞപ്പം ഹാർട്ട് അറ്റാക്ക് 1 hour കഴിഞ്ഞു. എൻ്റെ അപ്പന് ബാക്കിലൊരു പെയിൻ വന്നു. എന്നിട്ട് ഈ പെയിൻ ആശുപത്രി കൊണ്ടുപോകുന്നു, കാണിക്കുന്നു, വീണതാന്ന് ഓർക്കുന്നു. എഗെയിൻ ഇതുപോലെ ഒരാഴ്ച. പക്ഷെ അത് ഒരാഴ്ച കൊണ്ട് തന്നെ അപ്പച്ചൻ മരിച്ചു. ഹാർട്ട് അറ്റാക്ക് തന്നെയായിരുന്നു. ഇവർ രണ്ടുപേരും, സ്വന്തം അപ്പന് വേദനയും പറഞ്ഞ് കൊണ്ടുനടന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പോലും അപ്പച്ചൻ അവെയറായില്ല. ആരും വീട്ടിൽ ചിന്തിച്ചില്ല, ഞങ്ങളോട് പറഞ്ഞില്ല, അപ്പച്ചനും അത് ചിന്തിച്ചില്ല. പിന്നീട് ഡോക്ടറാണ് പറഞ്ഞത് പുള്ളി വേദനയാണെന്ന് പറഞ്ഞ് വന്നിരുന്നു എന്നുള്ളത്. ഈ വേദന എങ്ങനെയാണ് നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയും ഗ്യാസിൻ്റെ വേദന എങ്ങനെ തിരിച്ചറിയാം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദ പബ്ലിക്. ആക്ച്വലി ഈ ഹാർട്ട് അറ്റാക്കിന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 90% ആൾക്കാരും ഒരു ക്ലാസിക്കൽ ചെസ്റ്റ് പെയിൻ ആയിട്ട് വരാറില്ല. അതാണ് ഏറ്റവും നമ്മുടെ പബ്ലിക്കിൻ്റെ ഒരു ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു അവബോധം എന്താണെന്ന് വെച്ചാൽ, നല്ല ചെസ്റ്റിൽ വേദന ഉണ്ടായാലാണ് ഹാർട്ട് അറ്റാക്ക്. അവിടെ ഇങ്ങനെ ഭയങ്കര നമ്മളൊരു സിനിമയിലും മറ്റൊക്കെ കാണിക്കുന്ന പോലെ ഒരു കൈ നെഞ്ഞത്ത് വെച്ച് വേദനയായിട്ട് വീഴുന്ന, അതാണ് ഹാർട്ട് അറ്റാക്ക്. ആക്ച്വലി നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻ്റ് ഒരു 90% ആളുകളും ക്ലാസിക്കൽ ഹാർട്ട് അറ്റാക്ക്, ഐ മീൻ ചെസ്റ്റ് പെയിൻ ആയിട്ടല്ല വരിക. 10% ആളുകൾ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ പിക്ചറായിട്ട് വരുള്ളൂ. ബാക്കി 90% ആളുകളും വരുന്ന സിംറ്റംസ് കുറച്ച് ഡിഫറെൻ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ പബ്ലിക്കിന് ഞങ്ങൾ പല പ്രോഗ്രാമിലും അറിയിക്കാൻ ഉദ്ദേശിക്കാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ഗ്യാസ് കുടുങ്ങി അത് പോകുന്നില്ല. ഒരു ഗ്യാസ് ആണെങ്കിൽ നമ്മൾ അതിനുള്ള മരുന്ന് കഴിക്കുകയോ എന്തെങ്കിലും കഴിച്ചോ, ഒരു ജെലൂസിലോ ഒരു പാൻഡോസിലോ കഴിച്ചാൽ അത് പോകേണ്ടതാണ്. അത് പോകുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ചോദ്യം വേണം, എന്തുകൊണ്ട് ഗ്യാസിൻ്റെ പെയിന് പോകുന്നില്ല? റിപ്പീറ്റഡ് ഗ്യാസ് എന്ന് പറഞ്ഞ് നമ്മളതിനെ അവഗണിക്കാൻ പാടില്ല. അത് ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കാം. പിന്നെ അതേപോലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ അപ്പച്ചൻ ഉണ്ടായിന്ന് പറഞ്ഞല്ലോ, അത് പെയിൻ വന്നിട്ട് എക്സാക്ട്ലി ചെസ്റ്റിലായിക്കൊള്ളുന്നില്ല. പെയിൻ ആക്ച്വലി ഒരുപാട് പേഷ്യൻസ് ഷോൾഡറിലാണ് പെയിൻ പറയുക, കുറേ പേര് നെക്കിൽ, ബാക്കിലാണ് പെയിൻ പറയുക. പിന്നെ ഒരു നല്ല സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ അവർ താടിയലിലാണ് പെയിൻ പറയാം. എത്രയോ അനുഭവം എനിക്കുണ്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പല്ല് ഡോക്ടറെ കാണിക്കാൻ പോയത്. എന്നിട്ട് പല്ല് ഡോക്ടർ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് പിന്നീട് എത്തുന്നത്. കാരണം വെച്ചാൽ റെഫേർഡ് പെയിൻ ടു ദ ജോ ഇസ് വെരി കോമൺ.
റെഫേർഡ് പെയിൻ ടു ദ ഷോൾഡർ ഇസ് ഓൾസോ വെരി കോമൺ. അതുകൊണ്ട് നമ്മൾ പബ്ലിക്കിന് കൊടുക്കേണ്ട ഒരു അവയർനെസ് എന്ന് വെച്ചാൽ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം നിങ്ങൾ നെഞ്ചിൽ വേദന വരുന്നത് വരെ കാത്തിരിക്കാൻ പാടില്ല. നെഞ്ചിൽ വേദന വരുമ്പോഴേക്കും അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നെഞ്ച് എരിച്ചിൽ എന്ന് പറയുന്നത് നമ്മളത് ഗ്യാസായി തള്ളിക്കളയുന്നത്. ഗ്യാസ് ഉണ്ട്, അതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. ഇതും വളരെ കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടിനെയും ഡിഫറൻഷിയേഷൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഗ്യാസിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. ഒരു ECG എങ്കിലും എടുത്ത് നോക്കണം. ഞങ്ങൾ കാർഡിയോളജിസ്റ്റ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ആക്ച്വലി ഗ്യാസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ആദ്യം ഒരു ECG എടുക്കുക, എന്നിട്ടാണ് ഗ്യാസ് എന്നുള്ളത് പറയാൻ പാടുള്ളത്. വെച്ചാൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം ആദ്യം. അപ്പോൾ അതാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എപ്പോഴും നെഞ്ചുവേദന ആയിക്കൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. ഇതേപോലെ റെഫേർഡ് പെയിൻ ആവാം, ചില ആളുകൾക്ക് വളരെ ഗിഡിനെസ് ആവാം, ഒരു ഫെയിൻറ്റിങ് അല്ലെങ്കിൽ ടയർഡ്നെസ് ആവാം, ഒരു അൺഎക്സ്പ്ലെയിൻഡ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടയർഡ്നെസ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പനിങ്ങനെ വന്നുകൊണ്ട് അമ്മയ്ക്ക് അടുത്ത തവണ വന്ന ഗ്യാസിനെ ഞങ്ങൾ ആശുപത്രി തന്നെ കൊണ്ടുപോയി എടുത്ത് അവർ പറഞ്ഞു ഇത് ഗ്യാസാണ്. പിന്നെ നമ്മൾ കൊടുക്കേണ്ട മറ്റൊരു മെസ്സേജ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് വി ക്യാൻ പ്രെഡിക്റ്റ് ആക്ച്വലി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. ഈ ഹാർട്ട് അറ്റാക്ക് നമുക്ക് ഒരു റൊട്ടീൻ സിമ്പിൾ ചെക്കപ്പിലൂടെ, ഇപ്പോൾ ഒരു ECG, ഒരു എക്കോ, ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ബേസിക് സിമ്പിൾ ടെസ്റ്റ് ഏതൊരു കാർഡിയോളജിസ്റ്റുള്ള സ്ഥലത്തും ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 75 to 80% വരെ ഈ ആൾക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നും ബ്ലോക്ക് ഇനി അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ എന്നും നമുക്ക് പറയാൻ പറ്റും. 100% പറ്റില്ലെങ്കിൽ നല്ലൊരു സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നു വെച്ചാൽ, കുറേ ഈ ഹാർട്ട് അറ്റാക്ക് പ്രോൺ ആളുകൾ ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ റിസ്ക് ഫാക്ടേഴ്സുള്ള ആൾക്കാർ, ഇപ്പോൾ ഒരു ഷുഗറുള്ള ആളാണ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി, സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, അച്ഛന് വന്നിട്ടുണ്ട്, അച്ഛൻ്റെ അച്ഛന് വന്നിട്ടുണ്ട്, അമ്മയ്ക്ക് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അല്ല, അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ്, അത് ഒരു റിസ്ക് ഫാക്ടർ മാത്രമാണ്, പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനേക്കാൾ വലിയ റിസ്ക് ഫാക്ടേഴ്സാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റീസ് ഇല്ല. ഞങ്ങൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്, അപ്പോൾ റിസ്ക് പിന്നെയും കൂടുകയാണ്. അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ പിന്നെയും കൂടി, അതിൻ്റെ കൂടെ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററിയും കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ റിസ്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ആയി പോവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു റിസ്ക് ഉണ്ട് എന്ന് വെച്ചിട്ട് ചിലപ്പോൾ പ്രശ്നം വന്നോണമെന്നില്ല. റിസ്കിൻ്റെ എണ്ണം കൂടുകയും ആ റിസ്കിനെ അവഗണിക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നത്. നമുക്കിത് ഹൈലി പ്രിവെൻറ്റബിൾ ആണ്. ആ ഒരു മെസ്സേജ് നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബേസിക് ഹാർട്ട് ചെക്കപ്പിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം നേരത്തെ. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണല്ലോ ഹോസ്പിറ്റലിൽ ചെല്ലുക. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്ക് ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എൻ്റെ മുന്നോ ഞാൻ വിചാരിക്കാണ്. അപ്പോൾ അങ്ങനെ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഞാൻ എത്ര നാൾ കൂടുമ്പോൾ ഈ ഒരു ടെസ്റ്റ് എടുക്കണം? അത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ റിസ്ക് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസ്ക് ഇല്ലാതാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഷുഗർ, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, പക്ഷേ നിങ്ങളുടെ ഷുഗർ ഇസ് ഓൾവേസ് വെൽ കൺട്രോൾഡ്. നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്, നിങ്ങൾ അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എക്സസൈസ് ആൻഡ് ഫുഡ് ആ ഒരു ഹാബിറ്റിൽ കൂടി, നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ കൂടി നിങ്ങളത് കൺട്രോൾ ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് പ്രഷർ ഉണ്ട്, നിങ്ങളത് ഒന്നുകിൽ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ, അതല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്തു, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഹൈ ഉണ്ടായിരുന്നു, അത് നിങ്ങൾ കൺട്രോൾ ചെയ്തു. അങ്ങനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതായി പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ നമ്മൾ വേദനയുള്ള സാഹചര്യങ്ങൾ, പക്ഷേ സൈലന്റ് അറ്റാക്സ് ഉണ്ടല്ലോ, എന്താണ് ഈ സൈലന്റ് അറ്റാക്ക്? ആക്ച്വലി വളരെ കുറവാണ്. ഈ എന്തെങ്കിലും ഒരു സിംറ്റംസ്, നമ്മളിപ്പം നമ്മുടെ അടുത്ത് ഇപ്പോൾ ലേറ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സിംറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഈ സൈലന്റ് അറ്റാക്ക് എന്നൊരു എൻറ്റിറ്റി ഉണ്ട്, അത് യൂഷ്വലി ഈ ഡയബറ്റിക് പേഷ്യൻസിലെ വരിക. ഈ ഡയബറ്റീസ് കുറേ കാലം വരും, പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡയബറ്റീസ് വന്നാൽ സൈലന്റ് അറ്റാക്ക് വന്നോണമെന്നില്ല. കുറേ ക്രോണിക് ഡയബറ്റീസ് വരുമ്പോൾ അവരുടെ നെർവ്സിനൊക്കെ കുറേ വീക്കനിങ് വരും, അവരുടെ സെൻസേഷൻസ് കുറയും. അറിയില്ല, കാലിൽ മുള്ളു കുത്തിയാൽ അറിയില്ല എന്ന് പറയുമ്പോൾ അവർ കാലിൽ തരിപ്പ് വന്നിട്ടുണ്ടാവും. അത്തരം ആളുകൾക്ക് ഈ ഹാർട്ടിൽ വരുന്ന പെയിനും അവർ അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അവർക്ക് ഹാർട്ടിൻ്റെ പെയിനിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അത്തരം ആളുകൾ അല്ലാത്ത രീതിയിൽ കണ്ടുപിടിക്കണം. അതാണ് ചില ആളുകൾ നമ്മൾ ECG കണ്ടിട്ട് നിങ്ങൾക്ക് പണ്ടേ ഒരു സൈലന്റ് അറ്റാക്ക് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയും. ഓൾറെഡി ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം, അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനാണ് സൈലന്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ECG നോക്കുമ്പോൾ പണ്ട് വന്ന അറ്റാക്ക് അതെ, ഓൾറെഡി സൈലന്റ് ആയിട്ട് വന്നിട്ടുണ്ടാവാം, അത് തിരിച്ചറിയാൻ പറ്റും. അത് ECGയിൽ നമുക്ക് അത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ വഴി ഹാർട്ട് അറ്റാക്ക് ഉണ്ടായെന്നുള്ളത് അറിയാൻ പറ്റും. ECGയിൽ കാണാൻ പറ്റും, എക്കോ കാർഡിയോഗ്രാമിൽ കാണാൻ പറ്റും, പിന്നീട് അതിനുശേഷം നമ്മൾ ആൻജിയോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പം സൈലന്റ് അറ്റാക്ക് എന്തെങ്കിലും ലക്ഷണം അതിന് മുന്നേ ഉണ്ടാവും? അതെ, മുന്നേ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ റീട്രോസ്പെക്റ്റീവ്ലി ചോദിക്കുകയാണെങ്കിൽ അവർ എനിക്കൊരു ഗ്യാസ് പോലെ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ വല്ലാത്തൊരു നെഞ്ഞിലൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു, ഒരു ഭാരം കയറ്റി വെച്ച പോലത്തെ
ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ അങ്ങനെ കിടന്നു ഉറങ്ങി, പിന്നെ അതങ്ങ് ശരിയായി. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി അവർക്ക് ഉണ്ടാവും സാധാരണ രീതിയിൽ. അതുപോലെ ഇപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ ഇത്രയും കോമൺ ആണല്ലോ. അപ്പോൾ പണ്ട് തൊട്ട് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് പക്ഷെ പറയുന്നത് സ്ട്രെസ്സ് വന്ന ഹാർട്ട് അറ്റാക്ക് എന്നുള്ളൊരു കണക്ഷനായിരുന്നു. മൊത്തത്തിലുള്ളൊരു പിക്ചർ നമ്മൾ നോക്കുമ്പോൾ എത്രത്തോളമാണ് സ്ട്രെസ് റിലേറ്റഡ് ഹാർട്ട് അറ്റാക്സ് ഉള്ളത്? സ്ട്രെസ് ആക്ച്വലി നോട്ട് ഓൺലി ഫോർ ഹാർട്ട് അറ്റാക്ക്, നമ്മുടെ ബോഡി സെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സിംഗിൾ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രെസ്സാണെന്ന് പറയാം. അപ്പോൾ അത് ഹാർട്ട് അറ്റാക്കിനും ഒരു കാരണമാണ്. ഇപ്പോൾ സ്ട്രെസ് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, ക്യാൻസർ ഉണ്ടാവും, സ്ട്രെസ് കൊണ്ട് അൾസർ ഉണ്ടാവും വയറ്റിൽ. അങ്ങനെ സ്ട്രെസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ട്രിഗറിങ് ഫാക്ടർ. ഇപ്പോൾ ഒരു ഓൾറെഡി പ്രോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടർ ഉള്ള ഒരാൾക്ക് സ്ട്രെസ്സും കൂടി അധികം ഉണ്ടാകുമ്പം ഇതിന് ഭയങ്കര ഹൈ ചാൻസ് ആണ്. അപ്പോൾ സ്ട്രെസ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ്, നമ്മളിപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള പല മെത്തേഡുകളും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ്, ജോഗിങ്, റണ്ണിങ്, യോഗ, ഇങ്ങനത്തെ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള പല മെത്തേഡ്സും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ ഞങ്ങൾ പറയുന്ന കാര്യമാണത്. അതുകൊണ്ട് സ്ട്രെസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ഫോർ ഹാർട്ട് അറ്റാക്ക്. അതുപോലെ തന്നെ ഉറക്കം, നമ്മൾ ആവശ്യത്തിന് നമ്മൾ റെസ്റ്റ് എടുക്കുന്നില്ല, നമ്മുടെ ശരീരം നോക്കുന്നില്ല, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും. തീർച്ചയായിട്ടും. നമ്മുടെ ബോഡി ഈസ് ക്രിയേറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മളിപ്പം ഒരു എൻജിൻ പോലെ ആണെങ്കിലും അതിനൊരു റെസ്റ്റിംഗ് പീരീഡ് വേണ്ടേ, കണ്ടിന്യൂസ്ലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്തി ബോഡിക്ക് ആക്ച്വലി ഒരു മിനിമം ഒരു 7 to 8 hours സ്ലീപ്പ് വേണമെന്നാണ് പറയുക, ഒരു അഡൽട്ടിന് നമ്മൾ പറയാം. തീർച്ചയായിട്ടും നമ്മളെ ബ്രെയിൻ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ശരീരം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നു. അത് ഒരു ഹാഫ് ഒരു സൈലൻറ്റ് മോഡിലേക്ക് പോവേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഈ സ്ട്രെസ് ഭയങ്കര കൂടും. ഇത് നമ്മൾ പലപ്പോഴും ചില ഹിസ്റ്ററിയിൽ കേട്ടിട്ടുണ്ടായിരിക്കാം, ചില ആളുകൾ വളരെ ഫിറ്റാണ്, അവർ നന്നായിട്ട് എക്സസൈസ് ചെയ്യും, അവർക്ക് വേറെ ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ല. അങ്ങനത്തെ ആളുകൾക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു പറയുമ്പോൾ എല്ലാവരും അത്ഭുതമാവും, ഇതെന്താ പറ്റിയത്. ഇത്തരം ആളുകൾ നോക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഭയങ്കര ഹൈ സ്ട്രെസ്സുള്ള ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ വർക്ക് പ്രഷർ. ഇപ്പം ഇന്നത്തെ കൾച്ചർ നമുക്കറിയാമല്ലോ, ഇന്നത്തെ ഒരു കോർപ്പറേറ്റ് വർക്ക് കൾച്ചറിൽ നമുക്ക് എല്ലാ ഫീൽഡിലും ഭയങ്കര പ്രഷർ വരുന്നുണ്ടല്ലോ വർക്ക് ചെയ്യാനും. ചിലപ്പം ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുന്നു, ഉറങ്ങാൻ സമയമില്ല, പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷൻ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാവും. അത്തരം കാരണം കൊണ്ട് വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് സ്ട്രെസ്സും ഉറക്കം കുറേയും കൂടിയാണെങ്കിൽ ദറ്റ്സ് എ വെരി ബിഗ് ഹൈ റിസ്ക് ഫോർ എനി ഡിസീസ് ആൻഡ് ഫോർ ഹാർട്ട് അറ്റാക്ക് ഓൾസോ. നമ്മൾ വിളിച്ചു വരുത്തുന്ന പോലെ ആയി പോകുന്നു. തീർച്ചയായിട്ടും.